തിരിച്ചു വന്നു സേതു ഒന്നും കാണത്തില്ല, അവൻ മറ്റേ കാലിന്റെ ഇടയിൽ വിളിച്ചിരിക്കുകയായിരിക്കും. ഒരു സെക്കൻഡ്, അത് ഇരുന്നോട്ടെ. ആ കേക്കാം. എന്തായിരുന്നു സിറ്റുവേഷൻ? എന്തായിരുന്നു ബ്രോ? ഡ്രസ് ഷോപ്പിൽ വെച്ചൊരു പുള്ളിയുടെ പേര് ചോദിച്ചപ്പോ പുള്ളി പേര് പറയാൻ സൗകര്യമില്ലാന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ സ്റ്റാർട്ടിങ് പുള്ളി പറഞ്ഞു അങ്ങനെ. പുള്ളി പറഞ്ഞു. അപ്പൊ നമ്മൾ ഹോസ്റ്റ് എടുത്തു. അല്ല, നിങ്ങളാരാ? നിങ്ങൾ ഗുണ്ടകളാണോ? നിന്റെ അടുത്തൊക്കെ പേര് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളോട്ട് ഹോസ്റ്റ് എടുത്തുകൊണ്ട് കക്കൂസ് എടുത്ത് കഴിക്കോ? ഇല്ല ബ്രോ, മാന്യമായിട്ടൊരു കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് മാന്യമായിട്ട് നീയൊക്കെ അബ്ബാസിന്റെ ആരെങ്കിലും ആണോ? നമ്മള് ആരും ആയിക്കോട്ടെ, നമ്മള് മാന്യമായിട്ട് അത് ചോദിച്ചു. നിന്റെ അടുത്തൊക്കെ ഇനി ഈ ഒരു മാന്യത പ്രതീക്ഷിച്ചാൽ മതി. നീയൊക്കെ അപ്പൊ മര്യാദക്ക് ഉത്തരം തന്നില്ല, അതുകൊണ്ട് ഹോസ്റ്റേ എടുത്തു. എന്റെ പേര് സ്കെച്ച്. എന്റെ പേര് ബേബി ഗോഡ്. ബേബി നമസ്കാരം. എന്റെ പേര് കുറിപ്പിടി. ലീഡർ നേരത്തെ കൊണക്കാനുണ്ടായിരുന്നല്ലോ, ഫോൺ വിളിച്ചിട്ട് കൊണക്കുന്നുണ്ടായിരുന്നല്ലോ. അല്ല, റാംസുറ ആണോന്ന് ചോദിച്ചപ്പോഴേ റാംസ് ഒന്നും പറഞ്ഞ ആരുമില്ല, ഇവിടെ വേറൊരുത്തനായിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര കൊണയായിരുന്നു. അയാൾ എന്താ ബാക്കിൽ നിന്ന് കൊണക്കത്തേ ഉള്ളോ? ലീഡർ ബാക്കിൽ നിന്ന് കൊണക്കത്തേ ഉള്ളോ? നടക്കാവത്തില്ല, എന്തെങ്കിലും പ്രശ്നം വിളിക്കുക. പുള്ളി ഇപ്പൊ ഒരു മീറ്റിംഗിൽ എന്ത് പറ്റി? പുള്ളിക്ക് എന്ത് മീറ്റിംഗ്? ഇപ്പൊ അടിയുണ്ട്, അവിടെ പുഴുത്ത് കിടന്നല്ലേ. അല്ല ഇപ്പൊ സംസാരിക്കാൻ വന്ന് എനിക്ക് സിറ്റുവേഷൻ അറിയണ്ടേ? അപ്പൊ സിറ്റുവേഷൻ എത്രയായിരുന്നു? എടാ മാലിക് നീ കേറിക്കോ മാലിക്. എടാ മാലിക്, അമ്മായി അമ്മായി കേറിക്കോ. അമ്മായി കേറിക്കോ. അടിക്കാറില്ല, അതിന് പാപ്പം കാണുന്നു. കാള കൊണടിക്കാനുണ്ടോ? ഞാൻ അറിയില്ലടാ. സിറ്റുവേഷൻ അവന്റെ ഒരു സിറ്റുവേഷൻ. ചാറ്റിട് മീറ്റിംഗ് ഏരിയ. എടാ കുറച്ച് കൊണച്ചോ, അവിടെ നിന്ന് കുറച്ച് കൊണച്ചോ, ഇപ്പഴൊന്നും സംസാരിക്കണ്ട. അയ്യോ, മര്യാദയ്ക്ക് സംസാരിക്കുന്നവര്. അത് പറയാ, അവനാരാടാ? ഞാൻ അവിടെ ഇല്ലാണ്ട്. എടാ, അവന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ മെമ്പർ മതിയെന്ന് പറയടാ, അടിച്ചവന്റെ എണ്ണാക്കി കൊടുക്കടാ. അത് പറയാ, അവനേതാ? അവൻ അവിടെ മാസിന്റെ കാര്യം മൂഞ്ചിയാ മതി, ഇങ്ങോട്ട് എടുക്കണ്ടെന്ന് പറ അവന്റെ അടുത്ത്. അതെ രണ്ടുപേരും നിർത്തി. ഇടാ ഒരു മിനിറ്റ് ഡെന്നി ബ്രോ. എടാ കിക്ക് ചെയ്തോ, ഡെന്നി സുമതി രണ്ടുപേരും കിക്ക് ചെയ്തോ. ഡെന്നി സുമതി എടാ, നമ്മളെ ആര് സംസാരിക്കുമ്പോ നമ്മള് തീരുമാനിക്കും, അവനല്ല. ഡെന്നി അല്ല തീരുമാനിക്കുന്നത്. അത് പറയടാ ഹോക്കി ഒന്ന്. അല്ല, അമ്മായി കിക്കായോ? 1 2 3 4 കിക്കായില്ലല്ലോ. കിക്കായ അടുത്ത സബായിട്ട് ഞാൻ കയറും. സുമതിനെ അമ്മ ഇപ്പൊ കിക്കാവൂലേ? കിക്കായെന്ന് തോന്നുന്നു. എടാ, വാറില്ല, അഡ്മിൻ ഒഴിവാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് കേട്ടോ? ആരടുത്താ പറയുന്നേ? ഇത് നമ്മൾ അറിയണ്ടേടാ. ആവശ്യമുള്ള ചാറ്റ്. എടാ, ഇത് ആരടുത്താ പറയുന്നേ?
ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ നേരത്തെ ഈ കാര്യം പറഞ്ഞില്ല, എല്ലാരും ഗ്യാങ് ഹൗസ് എത്താതെ വാറ വിളിക്കാൻ പറ്റത്തില്ല, അതിനെന്താ പറഞ്ഞത് ദൈവം റിപ്ലൈ ആയിട്ട്? ആണോ, ഓക്കെ. എടാ നിങ്ങൾ എന്നാ റേഡിയോ കയറും, മെയിൻ റേഡിയോ കയറും, മെയിൻ റേഡിയോ കയറും. മാലിക്ക് ആ റേഡിയോയിൽ പറയാം. എടാ വാറ് ചിലപ്പോഴേ കാണത്തുള്ളെന്ന് പറയുന്നത്. മറ്റേ എല്ലാരും ഗ്യാങ് ഹൗസ് എത്താതെ വാറ് വിളിക്കാൻ പറ്റത്തില്ല, അങ്ങനെ എന്തോ റൂൾ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല നമ്മുടെ അടുത്ത് എന്ന് പറഞ്ഞ ഞാൻ ഇതാ നോക്കിയ ഇന്നത്തെ വാറ് നടത്തിയില്ല. അന്ന് SMGക്ക് എതിരെ എന്തോ 1.5 കഴിഞ്ഞപ്പോ പറ്റത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ റേഡിയോയില് പറഞ്ഞു 1:30 മുമ്പ് വാറ് വിളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് വിളിച്ചാൽ തോന്നുന്നു. ഓക്കെ സെറ്റ്. കൂൾഡൗൺ ഇങ്ങനെ വാറ് കഴിയാതെ വരുമോ എനിക്കറിയത്തില്ല. ഇന്ന് വാറ് നടന്നിട്ടില്ലെങ്കിൽ നാളെ എല്ലാരും സിറ്റി കയറണം. നമുക്ക് ഒരാളെ എടുക്കാനുണ്ട് അവിടെ നിന്ന്. പറഞ്ഞോ, ഇത് ആരെടുത്താ പറഞ്ഞേ? എവിടെയാ? ഓക്കെ, എന്താണ് പറഞ്ഞേ? വാറ് അവരോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അവര് വിളിച്ച് ഡിക്ലെയർ ചെയ്ത വാറ അല്ലാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇനി 1:30 കഴിഞ്ഞു, ഇനി വാറ വിളിക്കാൻ പറ്റത്തില്ല ആർക്കും. ഓക്കെ. എടാ നാളെ എല്ലാണോ സിറ്റി കയറണേ? സംഭവിക്കാൻ വേണ്ടി നാളെ അവന്മാര് കയറത്തില്ല കേട്ടോ. ശരി.